Hi, this is Uma Vivek and welcome back to the YouTube channel of Think Me Study Abroad. ജർമ്മനിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റീസിലെ കോഴ്സ് കാറ്റലോഗ് നോക്കിയാൽ അറിയാൻ പറ്റും, അത് വളരെ ഡൈവേഴ്സ് ആണ്. അതായത് നാച്ചുറൽ സയൻസ് തൊട്ട് എഞ്ചിനീയറിംഗ് തൊട്ട് മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് തൊട്ട് ഹ്യൂമാനിറ്റീസ്, എക്കണോമിക്സ് തുടങ്ങി ഒരുവിധം എല്ലാ സ്ട്രീംസിലുള്ള പ്രോഗ്രാംസും ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ്. ഇനി ജർമ്മനിയിലെ ലാംഗ്വേജ് ജർമ്മൻ ആയതുകൊണ്ട് അവിടെ മെജോറിറ്റിയും ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ജർമ്മൻ ടോട്ടായിരുന്നു. എന്നാൽ ജർമ്മനിയിലെ സ്കിൽ ഷോർട്ടേജ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് 100% ഇംഗ്ലീഷ് ടോട്ടായിട്ടുള്ള ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റർ പ്രോഗ്രാംസ് ഓഫർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും 1000+ പ്രോഗ്രാംസ്, അതും ഇംഗ്ലീഷ് ടോട്ടായിട്ടുള്ള ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റർ പ്രോഗ്രാംസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അതിൻ്റെ ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് നോ ആണ്. കാരണം ജർമ്മനിയിൽ ഓഫർ ചെയ്യുന്ന ഈ 100% ഇംഗ്ലീഷ് ടോട്ടായിട്ടുള്ള പ്രോഗ്രാംസ് ആയതുകൊണ്ട് അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി ആയിരിക്കും. അതിന് നിങ്ങൾക്ക് IELTS-ഓ TOEFL-ഓ TTE പോലെയുള്ള ടെസ്റ്റുകൾ കൊടുക്കാവുന്നതാണ്. മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇങ്ങനത്തെ ഒരുപാട് ടെസ്റ്റ് ബോഡീസിൻ്റെ റിസൾട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് A1 അല്ലെങ്കിൽ A2 റിക്വയർമെൻ്റ് ആയിട്ട് വരാറുണ്ട്. അത് ചില യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറോ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ ഈ ജർമ്മൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ വേറെ ചില യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചിലപ്പോൾ അഡീഷണൽ ക്രെഡിറ്റ്സും കിട്ടിയെന്ന് വരാം. ഇതെല്ലാം നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, അതുപോലെ പഠിക്കാൻ പോകുന്ന കോഴ്സ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് പൊതുവേ ചോദിക്കാറുള്ളത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. അതെല്ലാ പ്രോഗ്രാമിനും എല്ലാ യൂണിവേഴ്സിറ്റീസും ചോദിക്കാറില്ല. വളരെ റെയറായിട്ടുള്ള കേസസിൽ മാത്രമാണ് ഈ റിക്വയർമെൻറ്റ് വരാറുള്ളത്. അത് കൂടുതലും കണ്ടുവരുന്നത് മെക്കാനിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പോലുള്ള പ്രോഗ്രാംസിനാണ് ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് ചോദിച്ച് കാണാറുള്ളത്. സോ ജനറലി ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ 100% ഇംഗ്ലീഷ് ടോട്ട് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് അല്ല. ഇനി ഇത് കൂടാതെ 100% ജർമ്മൻ ടോട്ട് ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസിൽ ചെയ്യാനായിട്ട് പറ്റും. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ചെയ്യാവുന്നതാണ് ഈ ജർമ്മൻ ടോട്ട് പ്രോഗ്രാംസ്. ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് നിർബന്ധമായിട്ട് മീറ്റ് ചെയ്യേണ്ടതാണ്. സോ ജർമ്മൻ ടോട്ട് പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിമം B2 അല്ലെങ്കിൽ C1 ലെവൽ വരെ റിക്വയർമെൻറ്റ് ചോദിക്കാറുണ്ട്. ഇനി ഇത് കൂടാതെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷും ജർമ്മനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് കുറച്ച് പോർഷൻ നിങ്ങൾ ജർമ്മനിലും കുറച്ച് പോർഷൻ നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ കേസസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റും അതേപോലെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതേപോലെ തന്നെ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഗോയത്തെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ കേരളത്തിലെ സ്റ്റുഡൻസിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ളത് ഗോയത്തയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും. കാരണം അവർക്ക് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ പഠിക്കും ചെയ്യാം, അതേപോലെ തന്നെ എക്സാമും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കോഴ്സസ് എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മീറ്റ് ചെയ്യേണ്ടത്, അതിന് ഏത് ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ആണ് നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടത്, എത്ര ടൈമിനുള്ളിൽ നിങ്ങൾ മീറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ എനിക്ക് തരാനുള്ളൊരു ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ജർമ്മനിയിലാണ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് അവിടുത്തെ ഡെയിലി ലൈഫ് മാനേജ് ചെയ്യാനാണെങ്കിലും ഈവൻ പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജർമ്മൻ സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നിങ്ങൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫുൾ ടൈം ജോബിനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രിഫറൻസ് ആയിരിക്കും. ഇനി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. കാരണം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇപ്പോൾ ഗോയത്തെ അല്ലെങ്കിൽ OST പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ടീച്ചിങ് ക്വാളിറ്റി ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആകുമ്പോൾ നമുക്ക് ടീച്ചിങ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്ര ഷുവർട്ടി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായിട്ട് തന്നെ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം സർട്ടിഫിക്കറ്റ്സോ ഒന്നും തന്നെ എവിടെയും റെക്കഗ്നൈസ്ഡ് അല്ല, അതായത് വാലിഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് എംബസിയിൽ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാനോ ഒന്നും ഈ സർട്ടിഫിക്കറ്റ്സ് വാലിഡ് അല്ല. നിങ്ങൾക്ക് അങ്ങനെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം എന്നുണ്ടെങ്കിൽ
ഗോയിറ്റേഡോ അല്ലെങ്കിൽ ടെൽക്ക്, OSD പോലുള്ള ഏതെങ്കിലും ടെസ്റ്റ് ബോഡീസിൻ്റെ എക്സാംസ് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇനി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റിന് വേണ്ടി, നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് ഏത് ലെവലാണ് എന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് അസസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ ഒരു ഒഫീഷ്യൽ പർപ്പസിന് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് യൂസ്ഫുൾ അല്ല. ഇനി എല്ലാ ജർമ്മൻ യൂണിവേഴ്സിറ്റീസിലും, അതായത് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും, ഒരു ഫ്രീ ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ബേസിക് ലെവൽ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സസ് എങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യും. ഇനിയുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജർമ്മനിയിൽ ചെന്ന് നിങ്ങൾ ഏത് സിറ്റിയിലാണോ നിൽക്കുന്നത് അവിടെ ലോക്കലായിട്ടുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. ഇങ്ങനത്തെ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെയും വേണമെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കില്ല. നിങ്ങൾക്കൊരു ചെറിയ ഫീസ് എന്തായാലും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു പോകുന്നതായിരിക്കും. കാരണം നിങ്ങൾ സെൽഫായിട്ട് ഒരു സെൻറ്റൻസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ B1 ലെവലെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ജർമ്മൻ B1 ലെവൽ വരെ പഠിച്ചെത്താനായിട്ട് മിനിമം 5 to 6 months എങ്കിലും നിങ്ങൾക്ക് ടൈം എടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ ചെന്നിട്ടാണ് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഈ 5 to 6 months എടുത്ത് നിങ്ങളൊരു B1 ലെവൽ എത്തുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് കോഴ്സിൻ്റെ ഒരു പകുതി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിലെ ലാംഗ്വേജ് ജർമ്മൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുത്തെ ഡെയിലി ലൈഫ് മാനേജ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ സ്റ്റഡീസ്, പാർട്ട് ടൈം ജോബ്സ്, അതിൻ്റെ കൂട്ടത്തിൽ ജർമ്മൻ ലാംഗ്വേജ് എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ അതേസമയം പാർട്ട് ടൈം ജോബ്സ് കണ്ടുപിടിക്കാനും അതേപോലെ ഡെയിലി ലൈഫ് മാനേജ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഇതിന് ഡോക്യുമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് ഒരു ഓഫർ ലെറ്ററും പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വിസയുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 5 to 6 months എന്തായാലും എടുക്കും. ഈ ഒരു ടൈം നിങ്ങൾക്ക് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റേതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.